8 വർഷമായി നമ്മൾ ചായക്കട തുടങ്ങിയിട്ട്. ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് 4.5 വർഷം കഴിഞ്ഞിരിക്കുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ആവുന്നതിന് മുമ്പിൽ തന്നെ ഈ ചായക്കട ഞങ്ങൾ തുടങ്ങിയതാണ്. എൻ്റെ പേര് അനിഷ. ഞാൻ നല്ലേപ്പള്ളി ഗ്രാമ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫറൂഖ് അഹമ്മദ്. KUF മീഡിയയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു വ്യത്യസ്തനായ പഞ്ചായത്ത് പ്രസിഡന്റിനെ കുറിച്ചിട്ട് ഈ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു വീഡിയോ കാണാൻ ഇടയായി. ആ വീഡിയോ കണ്ടപ്പോൾ സത്യത്തിൽ ഇങ്ങനെയുള്ള ഒരു പ്രസിഡന്റും ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ വളരെ അത്ഭുതം തോന്നിപ്പോയി. തന്റെ ഉപജീവന മാർഗത്തിന് വേണ്ടി ഒരു ചായക്കട നടത്തുന്ന ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്നത് ഒരു സേവനം മാത്രമാണെന്നും ഉപജീവന മാർഗം എന്നത് തന്റെ തൊഴിലോടൊപ്പം, അതായത് ഞാൻ 8 വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചായക്കടയാണെന്നും ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു വ്യത്യസ്തനായ, രാഷ്ട്രീയക്കാർക്ക് ഒരു മാതൃകയാക്കേണ്ട പ്രസിഡന്റ്. ഏതായാലും നമുക്ക് അത് വീഡിയോയുടെ അല്പഭാഗം നിങ്ങൾക്ക് കാണിക്കാം. അതിനുശേഷം നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. എൻ്റെ പേര് അനിഷ. ഞാൻ നല്ലേപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. പ്രസിഡന്റ് ആയാലും നമുക്ക് ഉപജീവന മാർഗം എന്ന് പറയുന്നത് ഈ കടയാണല്ലോ. പ്രസിഡന്റ് സ്ഥാനം എന്നത് സേവനം മാത്രമല്ലേ, നമുക്കതിൽ ഉപജീവനം കാണാൻ കഴിയില്ല. അതുകൊണ്ട് ഈ കട ഉപജീവന മാർഗവും മാത്രമല്ല, വൈകുന്നേരം 5 മണി മുതൽ 8-9 മണി വരെ ഞാൻ ഈ കടയിലായിരിക്കും. അപ്പോൾ ഈ പഞ്ചായത്തിൽ ഉള്ള ആൾക്കാരും തൊട്ടടുത്തുള്ള വാർഡുകളിലെല്ലാവരും എന്താണ് ചെയ്യേണ്ടത്, എന്ത് രേഖകൾ വേണമെന്ന് ഒരുപാട് കാര്യങ്ങളുണ്ടാവല്ലോ. അപ്പോൾ അതെല്ലാം ക്ലിയർ ചെയ്തിട്ട് പോകുന്ന ഒരു ഇടമാണിത്. ഈ കടയിലായിരുന്നു എല്ലാ കാര്യങ്ങളും, ചായ ഇടൽ എല്ലാം ചെയ്യും. അതിൽ നിന്നാണ് അവൻ തുടങ്ങിയത്. പിന്നെ അതിന് ശേഷമാണ് ഇലക്ഷൻ നിന്നു. ഇലക്ഷൻ നല്ലപോലെ ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ചു. ചായക്കടത്തെ കാര്യവും നോക്കാറുണ്ട്, കുടുംബത്തിൻ്റെ കാര്യം നോക്കാറുണ്ട്, സമൂഹത്തിൻ്റെ കാര്യം നോക്കാറുണ്ട്, പഞ്ചായത്തിൻ്റെ കാര്യം നോക്കാൻ, എല്ലാത്തിലും ഒരു ഓട്ടത്തിലാണ് ആള്. സമൂഹ സേവ എല്ലാവരുമായിട്ട് നല്ലവണ്ണം പരിചയപ്പെട്ടിട്ടും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും എല്ലാത്തിനും നിന്നുള്ള നല്ല ഒരു പെൺകുട്ടിയാണ്. എല്ലാവരോടും എല്ലാ കാര്യത്തിനും അവൾ നല്ല ഇൻവോൾവായിട്ട് എല്ലാ കാര്യം ചെയ്തു കൊടുക്കാറുണ്ട്. ഏതൊരു കാര്യം പറഞ്ഞാലും പറ്റില്ല എന്നുള്ള കാര്യം പറയില്ല. അതാണ് അവളുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ്. ചായക്കടയിൽ കഴിഞ്ഞിട്ടാണല്ലോ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയത്. ചിലവർ എന്നോട് ചോദിക്കാറുണ്ട്, പ്രസിഡന്റ് വീടാണോ ഇത്, പ്രസിഡന്റ് വീടാണ്. പ്രസിഡന്റ് പറഞ്ഞ സാധാ ഒരു ജനപ്രതിനിധി തന്നെയല്ലേ. ഈ സർക്കാർ തീരുമാനിച്ച ആ ഓണററി വാങ്ങുന്ന ഒരു പ്രസിഡന്റ്, അത്രയേ ഉള്ളൂ. ചായക്കടയും അതുപോലെ തന്നെയാണ്. കാരണം ദിവസേന 100 കൂട്ടം ജനങ്ങളെ കാണുന്ന ഒരു സ്ഥലമാണ് ചായക്കടയാവട്ടെ, അതുപോലെ തന്നെ പഞ്ചായത്തും ആവട്ടെ. 100 വ്യത്യസ്ത ജനങ്ങൾ ദിവസേന കണ്ടുകൊണ്ട് അവരോട് സമ്പർക്കം നല്ല രീതിക്ക് തന്നെയാണ്. ചായക്കടയും ഒരു സോഷ്യലുമായിട്ട് നല്ല പഴക്കമുള്ള ഒരു സ്ഥലം തന്നെ. സെയിം പഞ്ചായത്തും അതുപോലെ തന്നെയാണ്. അനീഷ, നല്ലേപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ്, നല്ലേപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ അത്ഭുതം തോന്നുന്നില്ലേ? രാഷ്ട്രീയം ഒരു ബിസിനസ്സായി കൊണ്ടു നടക്കുന്ന ഈ കാലത്ത് അതിൽ നിന്ന് തികച്ചൊരു വ്യത്യസ്തമായി പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം സേവനമാണെന്ന് പറഞ്ഞ് തന്റെ ഉപജീവന മാർഗത്തിന് വേണ്ടി ചായക്കട നടത്തുന്ന ഇതുപോലെയുള്ള വ്യക്തികളാണ് നമ്മുടെ മുഖ്യധാരയിലേക്ക് വരുന്നത്. രാഷ്ട്രീയം ഏതുമാകട്ടെ, രാഷ്ട്രീയം അല്ല ഇവിടെ ചർച്ചാ വിഷയം. രാഷ്ട്രീയത്തോടൊപ്പം തന്നെ ആ രാഷ്ട്രീയത്തിൽ കിട്ടിയ സ്ഥാനങ്ങളെ തികച്ചും സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, അത് സമൂഹത്തെ സേവനമായി കണ്ടുകൊണ്ട് ഉപജീവന മാർഗം എന്ന നിലയിൽ ഒരു ചായക്കട നടത്തുക എന്ന് പറയുമ്പോൾ ആ വ്യക്തിയുടെ, ഈ അനീഷ എന്ന ഈ സ്ത്രീയുടെ വ്യക്തിത്വം എത്രത്തോളം മഹത്വമാണെന്നുള്ള ഇക്കാര്യത്തിൽ കൂടി അതിൽ കൂടി തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുത്താൽ പോരെ. തികച്ചൊരു വ്യത്യസ്തനായിട്ടുള്ള ഒരു പഞ്ചായത്ത് പ്രസിഡന്റാണ്. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകൾ ഉണ്ടെങ്കിൽ തന്നെ അതിൽ നിന്നൊക്കെ ഏറ്റവും വ്യത്യസ്തനായ, ഏറ്റവും മാതൃകയാക്കേണ്ട, ഏറ്റവും ജനസേവന മനസ്ഥിതിയുള്ള ഒരു പഞ്ചായത്ത് പ്രസിഡന്റാണ് ഇദ്ദേഹമെന്ന് നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരും. ഇവരൊക്കെ മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരണം. ഒരു MLA സ്ഥാനവും മറ്റൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ മണ്ഡലത്തിലെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഗ്രഹമായിരിക്കും. പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം തികച്ചും സേവനമായി കണ്ടുകൊണ്ടും തന്റെ ഉപജീവന മാർഗം, അതായത് വീട് പുലരാൻ വേണ്ടി, മക്കളെ വളർത്താൻ വേണ്ടി ചായക്കട ഭർത്താവിനോടൊപ്പം നടത്തുകയും ചെയ്യുന്ന, യാതൊരുവിധ ജാടയില്ലാതെ തികച്ചും നിഷ്കളങ്കയായ പഞ്ചായത്ത് പ്രസിഡന്റ്. ഇതുപോലെയുള്ള വ്യക്തികളെ കണ്ടിട്ട് രാഷ്ട്രീയം ഉപജീവനമായി മാർഗമാക്കി മാറ്റുന്നവർ മാതൃകയാക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്.